ഹായ്, അഭിക്ത ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചെറിയ തോതിൽ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് പോലും ഈ ഡിസൈൻ വളരെ എളുപ്പത്തിൽ വരച്ച് പെയിൻറ് ചെയ്തെടുക്കാം. ഈ ചിത്രത്തിൻ്റെ സ്കെച്ചിങ് തൊട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. കണ്ട ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ചിത്രത്തിനെ മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ ഡിസൈൻ നമുക്ക് മറ്റ് ചിത്രങ്ങളിൽ ബോർഡർ ഡിസൈനായിട്ട് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈ ചിത്രത്തിൻ്റെ സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പിക്ചറാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ഇതിലെ കുടത്തിൻ്റെ പോർഷൻ നമുക്ക് ആദ്യം സ്കെച്ച് ചെയ്യാം. ആദ്യം ഞാൻ ബോർഡറിൽ നിന്ന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് വീണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ടോപ്പിലെ ആ പോർഷനിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ടോപ്പിലെ പോർഷനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അതിൻ്റെ മിഡിൽ പോർഷനായ 0.5 മാർക്ക് ചെയ്തു. താഴെ അതുപോലെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, 0.5 മാർക്ക് ചെയ്തു. ഇനി ടോപ്പിലെ ലൈനിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ, ടോട്ടൽ 6 സെൻറ്റിമീറ്റർ, മിഡിലിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 3 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും മാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള പോയിന്റിൽ നിന്ന് 0.5ൽ നിന്ന് 2.5 എടുത്ത് 2 ലൈൻ വരയ്ക്കുക. 2.5 അത് ടോട്ടൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. 2.5 ലെഫ്റ്റിലേക്കും 2.5 റൈറ്റിലേക്കും എടുത്ത് 2 ലൈൻ വരയ്ക്കുക. ഇനി അതിനെ ജോയിൻ ചെയ്ത് ഒരു ഡിസൈനാക്കി കൊടുക്കുക. ഇതേ സെയിം ഡിസൈൻ തന്നെ താഴെയും കൊടുക്കുക. താഴത്തെ ബോർഡറിനോട് ചേർന്ന് 6 സെൻറ്റിമീറ്റർ, ടോട്ടൽ 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 3 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലൈന് 2.5 ലെഫ്റ്റിലേക്കും 2.5 റൈറ്റിലേക്കും കൊടുത്ത് മേളിലുള്ള 2 ലൈനും വരച്ച് ഇതേ സെയിം ഡിസൈൻ കൊടുക്കുക. ഇനി താഴത്തെ ഡിസൈൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹാഫ് സർക്കിൾ പോലെ മേളിലത്തെ ഡിസൈനിലേക്ക് വരച്ചു കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുടം കിട്ടും. ഇനി ചെയ്യേണ്ടത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ 10 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച ആ ലൈനിൻ്റെ മിഡിൽ പോർഷൻ, അതായത് 5 സെൻറ്റിമീറ്ററിൽ നിന്ന് ടോപ്പിലേക്ക് 1 സെൻറ്റിമീറ്ററും ബോട്ടത്തിലേക്ക് 1 സെൻറ്റിമീറ്ററും എടുത്ത് ഇപ്പോൾ കാണുന്ന പോലെ ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിൻ്റെ ബോട്ടത്തിലുള്ള ആ ലൈനിൽ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 1357 മാർക്ക് ചെയ്യുക. ടോപ്പിലെ ആ ലൈനിൽ നിന്ന് 2468 മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്ററിൽ മിഡിൽ പോർഷൻ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി മേളത്തെ ആ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് താഴത്തെ ലൈനിലെ ഫസ്റ്റ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി മുകളിലത്തെ ഫസ്റ്റിലെ പോയിന്റിൽ നിന്ന് താഴത്തെ സെക്കൻഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. വീണ്ടും ഈ സെക്കൻഡ് പോയിന്റ്, താഴത്തെ ലൈനിലെ സെക്കൻഡ് പോയിന്റിൽ നിന്ന് മേളിലത്തെ സെക്കൻഡ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, മേളിലത്തെ സെക്കൻഡ് പോയിന്റിൽ നിന്ന് താഴത്തെ തേർഡ് പോയിന്റ്, ഇങ്ങനെ വരച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഈ പോർഷൻ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിളോട് ഇതേപോലെ വരച്ച് കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾക്ക് ആ ട്രയാങ്കിളിൻ്റെ അകത്ത് ചെറിയൊരു ട്രയാങ്കിളൂടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ട്രയാങ്കിളിൻ്റെ അകത്തും ഇതേപോലെ ട്രയാങ്കിളുകൾ വരയ്ക്കുക. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ 1 സെൻറ്റിമീറ്റർ നമ്മൾ കുടത്തിൻ്റെ വക്ക് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞുള്ള 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, 0.5 മാർക്ക് ചെയ്യുക. ഇനി ആ 1 സെൻറ്റിമീറ്റർ വെച്ച് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. 0.5 വെച്ചും ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ പോർഷൻ്റെ അകത്ത് ചെറിയ റൗണ്ടുകൾ വരച്ച് ഡിസൈനാക്കി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ബോട്ടം പോർഷനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ എടുത്ത് 0.5 സെൻറ്റിമീറ്റർ എടുത്ത് ഇതേ സെയിം ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ വരച്ചിരുന്ന ആ പോർഷനിൽ നിന്ന് ബോട്ടം പോർഷനിലേക്കും 0.5, ടോപ്പ് പോർഷനിലേക്ക് 0.5 മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന പോലെ ലൈൻ വരച്ച് കൊടുക്കുക. ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് കുടത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി കുടത്തിൻ്റെ മുകളിൽ നമുക്കൊരു റണ്ണിങ് ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ലതാ ഡിസൈനാണ്. അത് ഓരോ വള്ളിയായിട്ട് വന്നിട്ട് അതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഫ്ലവർ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈനൊക്കെ നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റി വരയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ചത് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ കാണുന്ന ആ ഡിസൈൻ്റെ കുറച്ച് പോർഷൻ മാത്രമാണ്. ഇതേപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് വരച്ച് ബോർഡർ വരെ എത്തിക്കുക.
ഇനി നമ്മൾക്ക് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ ഡിസൈൻ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. അതിനായി ബോർഡറിന് ഞാൻ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 6 സെൻറ്റിമീറ്റർ ലെഫ്റ്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ റൈറ്റിൽ നിന്നും മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് യൂസ് ചെയ്ത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചെടുക്കുക. ഈ ഫസ്റ്റ് ലൈനെ ഞാൻ 1 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ലൈനെ തന്നെ ഡിവൈഡ് ചെയ്യണമെന്നില്ല, സെക്കൻഡ് ലൈനെ ഡിവൈഡ് ചെയ്താലും മതി. സെക്കൻഡ് ലൈനിൻ്റെയും തേർഡ് ലൈനിൻ്റെ ഇടയ്ക്കാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് ആ പോർഷനിൽ നിന്ന്, അതായത് സെക്കൻഡ് ലൈനിൻ്റെയും തേർഡ് ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ലൈൻ വരച്ചു കൊടുക്കുക. അടുത്തത് 2 സെൻറ്റിമീറ്റർ എടുത്ത് വേണം ലൈൻ വരച്ചു കൊടുക്കാനായിട്ട്. വീണ്ടും വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായി 2 സെൻറ്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു കൊടുക്കുക. ഈ 2 സെൻറ്റിമീറ്റർ വരച്ചതിൻ്റെ അകത്താണ് ഡിസൈൻ വരുന്നത്. അതിനായി ആ 2 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായി 1 സെൻറ്റിമീറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 സെൻറ്റിമീറ്ററിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് 1.5 മാർക്ക് ചെയ്ത് താഴേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് യൂസ് ചെയ്ത് ഡിസൈൻ, അതായത് അതിനെ ഒരു ഡയമണ്ട് ഷേപ്പാക്കി വരച്ചെടുക്കണം. ഇനി ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ ഓരോ സൈഡിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക. ആ സെൻറ്റർ പോർഷനിൽ നിന്ന് 2 സൈഡിലേക്കും ചെറിയ പോർഷൻസായി ഡിവൈഡ് ചെയ്ത് അതിനെ ഒരു കർവാക്കി വരച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും ഇതേപോലെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ച് 2 സൈഡിലേക്കും ചെറിയ പോയിൻ്റായി ഡിവൈഡ് ചെയ്ത് കർവാക്കി വരച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ കോർണേഴ്സ് ഒരു കർവാക്കി വരയ്ക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കർവാക്കി കൊടുത്താൽ മാത്രം മതി. അത് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്റർ പോർഷനിൽ ഒരു സർക്കിളും വരച്ചു കൊടുക്കുക. ഇതേപോലെ 2 സെൻറ്റിമീറ്റർ വരുന്നിടത്തെല്ലാം ഇതേ സെയിം ഡയമണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക. ഇനി 1 സെൻറ്റിമീറ്റർ വരച്ചിരിക്കുന്നിടത്ത് അതിൻ്റെ മിഡിൽ പോർഷൻ, അതായത് 0.5 മാർക്ക് ചെയ്ത് അതിനെ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ലൈൻ വരച്ചു കൊടുക്കുക. 1 സെൻറ്റിമീറ്റർ വരുന്നിടത്തെല്ലാം ഇതേപോലെ 0.5 കണ്ടുപിടിച്ച് അതിനെ ലൈനാക്കി വരച്ചു കൊടുക്കുക. അങ്ങനെ ഫുൾ ഡിസൈനെ നമ്മൾ വരച്ചെടുക്കുക. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും സെയിം ഡിസൈൻ കൊടുക്കുക. ചിത്രത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസൈനിനായിട്ട് ബോർഡറിൽ നിന്ന് ഞാൻ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ 8 സെൻറ്റിമീറ്ററിനെ 2 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ കണ്ട പോലെ 2 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ കാണുന്ന പോലെ ആ ലൈൻസ് ആക്കി വരച്ചെടുക്കുക. ഇനി ഫസ്റ്റ് ലൈനെ വീണ്ടും നമ്മൾ 2 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 × 2 സ്ക്വയർ ആയിട്ട് ഈ പോർഷനെ ഡിവൈഡ് ചെയ്തെടുക്കണം. ഈ ഡിസൈൻ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് വരച്ചെടുക്കാവുന്ന ചെറിയ ഡിസൈനാണ്. ചിത്രം ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്തെടുക്കുകയോ ചെയ്ത ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഡ് ഔട്ട്ലൈനിങ് ആണ്. അതിന് റെഡിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. 3 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെർമിലിയൻ ഹ്യൂ, ബേൺ സിയന്ന, യെല്ലോ ഓക്കർ. വെർമിലിയൻ ഹ്യൂ ഞാനിപ്പോൾ 1 ഡ്രോപ്പ് എടുത്തു. ബേൺ സിയന്ന 3/4 മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് വെർമിലിയൻ ഹ്യൂ എടുത്തതിൻ്റെ 3/4 മാത്രമേ ബേൺ സിയന്ന എടുത്തിട്ടുള്ളൂ. ഇനി യെല്ലോ ഓക്കർ വളരെ കുറച്ച് മാത്രം ചേർത്ത് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ബ്രഷിൽ നിന്ന് ഡ്രോപ്പായിട്ട് വീഴുന്ന അത്രയും വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ഫുൾ ചിത്രവും ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഔട്ട്ലൈനിങ്ങിന് എപ്പോഴും 000യുടെ ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനർ ബ്രഷ് യൂസ് ചെയ്താണേലും ഔട്ട്ലൈൻ ചെയ്തെടുത്താൽ മതി. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒരേ തിക്നെസ് ആയിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട്. ചിലയിടത്ത് കൂടി ചിലയിടത്ത് കുറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പാടില്ല. എല്ലായിടത്തും ഒരേ തിക്നെസ്സിലിരിക്കണം. കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുവാണെങ്കിൽ യെല്ലോ കാർബണോ റെഡ് കാർബണോ യൂസ് ചെയ്ത് മാത്രം ട്രേസ് ചെയ്തെടുക്കുക. ബ്ലാക്ക് കാർബണും ബ്ലൂ കാർബണും ഒന്നും മിററിൽ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യരുത്. ആദ്യം ഞാൻ കുടവും റണ്ണിങ് ഡിസൈൻ മാത്രമാണ് ക്യാൻവാസിലേക്ക് പകർത്തിരുന്നത്. അത് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എംറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ബോർഡർ ഡിസൈനൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. പെൻസിൽ കൊണ്ട്
നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ വരയ്ക്കുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് വരച്ചെടുക്കണം. ഒരുപാട് ഡാർക്കാക്കി തിക്കാക്കി വരയ്ക്കരുത്. പെൻസിൽ കൊണ്ട് വരച്ച ശേഷം നമ്മൾ റെഡ് ഔട്ട്ലൈനിങ് ചെയ്യും. റെഡ് ഔട്ട്ലൈനിങ് ചെയ്ത ശേഷം ഈ പെൻസിലിൻ്റെ മാർക്കിംഗ് എല്ലാം റബ്ബ് ചെയ്ത് കളയണം. ഒരിക്കലും പെയിൻറ്റിങ്ങിൽ പെൻസിലിൻ്റെ മാർക്കിംഗ് കാണാൻ പാടില്ല. ഇതുപോലെ ചിത്രം ഫുള്ള് റെഡിൻ്റെ മിക്സ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഇനി റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം തന്നെ യെല്ലോ കൊണ്ട് വാഷ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് യെല്ലോ എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ചിത്രം കുറച്ച് ബ്രൈറ്റാക്കി ചെയ്യാനാണ്. അതുകൊണ്ട് യെല്ലോ ഓക്കറിൻ്റെ കൂടെ പെർമനൻറ്റ് യെല്ലോ ഡീപ്പും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ യെല്ലോ ഓക്കർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 മാത്രമേ പെർമനൻറ്റ് യെല്ലോ ഡീപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഡ്രോപ്പായിട്ട് ബ്രഷിൽ നിന്ന് വീഴുന്ന അത്രയും വെള്ളം ചേർക്കണം. ഈ മിക്സ് യൂസ് ചെയ്ത് എവിടെയൊക്കെ റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നോ അവിടെ എല്ലാം ആദ്യം യെല്ലോ വാഷിംഗ് ചെയ്യും. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ റണ്ണിങ് ഡിസൈനിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൊടുക്കുന്ന അതേ പോർഷനിൽ തന്നെ യെല്ലോ വാഷിംഗ് ചെയ്യണമെന്നില്ല. നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് ഈ ഷെയ്ഡിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിപ്പോൾ കുറച്ച് പോർഷനിൽ റെഡിൻ്റെ ഷെയ്ഡിങ്ങും കുറച്ച് പോർഷനിൽ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഷെയ്ഡിങ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ഞാനിപ്പോൾ യെല്ലോ വാഷിംഗ് ചെയ്യുകയാണ്. അങ്ങനെ റണ്ണിങ് ഡിസൈനിൽ റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തൊക്കെ ഞാനിപ്പോൾ യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യാതെ വിട്ടിരിക്കുന്ന ആ പോർഷനിലൊക്കെ ഗ്രീനിൻ്റെയോ ബ്ലൂവിൻ്റെയോ ഷെയ്ഡിങ് വരുന്നതാണ്. ഇനി കുടത്തിൻ്റെ പോർഷന് ഇതേപോലെ ഫുള്ള് യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യണം. വാഷിങ്ങിന് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് 6 റൗണ്ട് ബ്രഷാണ്. വലിയ പോർഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. ചെറിയ പോർഷൻസ് ചെയ്യാനായിട്ട് സൈസ് 4 റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിക്ചറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈനിൽ ഒന്നട വിട്ട് വരുന്നിടത്ത് റെഡിൻ്റെ ഷെയ്ഡിങ്ങും ബാക്കി പോർഷനിൽ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാനാണ്. അതുകൊണ്ട് റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ഞാനിപ്പോൾ യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനിലും റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം യെല്ലോ കൊണ്ട് വാഷിംഗ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുത്താണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലും ഫുള്ള് യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് ബ്രഷ് സൈസ് 6 ആണ്. അങ്ങനെ റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തല്ല ഇതേപോലെ ഫസ്റ്റ് വാഷ് യെല്ലോ കൊണ്ട് അപ്ലൈ ചെയ്തു. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് വാഷ് അപ്ലൈ ചെയ്യണം. സെയിം യെല്ലോയുടെ മിക്സ് യൂസ് ചെയ്ത് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. സെക്കൻഡ് വാഷ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് തേർഡ് വാഷ് കൂടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ തേർഡ് വാഷും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പിക്ചറാണ് ഇപ്പോൾ കാണുന്നത്. തേർഡ് വാഷ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാം. ലേപ്പനം മെത്തേഡ് യൂസ് ചെയ്താണ് ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നേരത്തെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ എടുത്തിരുന്ന സെയിം റെഡിൻ്റെ മിക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ മിക്സ് യൂസ് ചെയ്ത് ഇപ്പോൾ കാണുന്ന പോലെ ഔട്ട്ലൈനിൽ കൂടെ വരച്ചു വരും. വളരെ തിന്നായിട്ട് ഔട്ട്ലൈനിൽ കൂടെ വരച്ചു വരിക. അതിനുശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി പെയിൻറ്റിൻ്റെ കണ്ടൻ്റ് എല്ലാം പോയ ശേഷം മാത്രം ആ വെള്ളം യൂസ് ചെയ്ത് ഇപ്പോൾ വരച്ചിരിക്കുന്ന അതിൻ്റെ ബോർഡറിൽ കൂടെ ലയിപ്പിച്ചെടുക്കണം. ഈ മെത്തേഡാണ് ലേപനം മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് ഞാൻ ഷെയ്ഡിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രഷിൽ പെയിൻ്റ് എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്ത് വേണം ബോർഡറിൽ കൂടെ വരയ്ക്കാനായിട്ട്. അതിനുശേഷം വെള്ളത്തിൽ മുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ബ്രഷിൽ ഒരുപാട് ഉണ്ടാകാനും പാടില്ല. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ബ്രഷിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പടരാനുള്ള ചാൻസ് ഉണ്ട്. ബോർഡർ ഡിസൈനിലും ഇതേപോലെ തന്നെ ബോർഡറിൽ കൂടെ റെഡിൻ്റെ മിക്സ് യൂസ് ചെയ്ത് വരച്ച ശേഷം വെള്ളം യൂസ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം. ഡയമണ്ട് ഷേപ്പിൽ കാണുന്ന പോർഷൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ യെല്ലോ വാഷ് ചെയ്തിരുന്നു. അവിടെയും ഇതുപോലെ റെഡിൻ്റെ മിക്സ് യൂസ് ചെയ്ത് ബോർഡറിൽ കൂടെ വരച്ച ശേഷം മിഡിൽ പോർഷനിൽ
ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ മിഡിൽ പോർഷൻ യെല്ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുത്തു വരണം. ഷെയ്ഡിങ് ചെയ്യാനായിട്ട് 000യുടെ ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്താണെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. കുടത്തിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ സൈഡിൽ ഡാർക്ക് ഷെയ്ഡിങ് കൊടുക്കുക. മിഡിൽ പോർഷനിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം ഷെയ്ഡിങ് കൊടുക്കാനായിട്ട്. മിഡിൽ പോർഷൻ യെല്ലോ ആയിട്ട് തന്നെ കിടക്കുകയും വേണം. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈനിലൊക്കെ, അതായത് റൗണ്ടും ട്രയാങ്കിളും ഒക്കെ വരച്ച് നമ്മൾ ഡിസൈൻ കൊടുത്തിരുന്നു. ആ പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡിങ് കൊടുക്കാം. ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്ക്നെസ് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാവുന്നതാണ്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ബേസ് കളർ നമ്മൾ കൊടുത്തിരിക്കുന്ന യെല്ലോ റെഡിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ റെഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യരുത്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ബോർഡർ പാർട്ട് ഡാർക്ക് ഷെയ്ഡിങ്ങും ഇന്നർ പാർട്ട് ലൈറ്റർ ഷെയ്ഡിങ്ങുമാണ് വേണ്ടത്. അപ്പോൾ പെയിൻ്റ് എടുത്ത ഉടനെ ബോർഡർ പാർട്ടിൽ വെച്ച ശേഷം അത് ലയിപ്പിക്കുമ്പോൾ ഇന്നർ പാർട്ട് മാത്രമേ ലയിപ്പിക്കാൻ പാടുള്ളൂ. ബോർഡർ പാർട്ട് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്നർ പാർട്ടിനെ ലയിപ്പിച്ചെടുക്കുക. ഇന്നർ പാർട്ടിലെ ആ യെല്ലോ ആയിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ലയിപ്പിച്ചെടുക്കാനായിട്ട്. സ്ക്വയർ വരുന്ന പോർഷനിലും റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ബോർഡറിൽ കൂടെ വരച്ച ശേഷം വെള്ളം യൂസ് ചെയ്ത് മിഡിൽ പോർഷനിലേക്ക് ഷെയ്ഡ് ചെയ്ത് വരണം. ഇവിടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് പെയിൻറ് യൂസ് ചെയ്ത് മിഡിൽ പോർഷൻ ഷെയ്ഡ് ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് മാത്രമേ മിഡിൽ പോർഷനിലേക്ക് ഷെയ്ഡ് ചെയ്ത് വരാവൂ. ബാക്ക്ഗ്രൗണ്ട് വിട്ടിട്ട് ബാക്കി എല്ലാ പോർഷനിലും റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യാം. അത് ഫസ്റ്റ് കോട്ടിൻ്റെ കളറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡാർക്കർ ഷെയ്ഡിങ്ങാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് കോട്ടിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റർ ഷെയ്ഡിങ്ങാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തപ്പോൾ കളർ കുറച്ച് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യുകയാണ്. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. മിഡിൽ പോർഷനിലേക്ക് ഒരുപാട് റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുക്കരുത്. വളരെ ലൈറ്റായിട്ട് മാത്രമേ മിഡിൽ പോർഷനിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഡാർക്കാക്കി കൊടുക്കുകയും ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് മാത്രം കൊടുത്തെടുക്കുക. ഇങ്ങനെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ചിത്രം കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടുക. അങ്ങനെ എല്ലാ പോർഷനിലും ഇപ്പം നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ കോട്ടിങ് ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് ഇതേപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തെടുക്കുക. സ്ക്വയർ പോർഷൻ്റെ അകം ഷെയ്ഡിങ് ചെയ്യുമ്പോൾ മിഡിൽ പോർഷനിൽ ഷേപ്പ് മാറിപ്പോവാതെ സ്ക്വയറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഷെയ്ഡിങ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നത് ബാക്ക്ഗ്രൗണ്ടിലാണ്. ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ബിന്ദുജം മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബിന്ദുജം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡോട്ടുകളിട്ട് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ്. അതിനി എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾക്ക് നോക്കാം. ബ്രഷിൽ വളരെ കുറച്ച് പെയിൻ്റ് എടുത്ത ശേഷം ബോർഡറിൽ കൂടി ചെറിയ ചെറിയ ഡോട്ടുകളിട്ട് ഷെയ്ഡ് ചെയ്യണം. ഡോട്ടുകൾ വളരെ അടുപ്പിച്ച് തന്നെ ഇടണം. ഒരു ഡോട്ട് വേറൊരു ഡോട്ടിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് തന്നെ ഡോട്ടുകളിട്ട്
ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡോട്ടുകൾ ഇട്ടിരിക്കുന്നത് ബോർഡറിനോട് ചേർത്ത് കുറച്ച് ഡാർക്കായിട്ടും മിഡിൽ പോർഷനിലേക്ക് കുറച്ച് ലൈറ്റായിട്ടുമാണ് ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ബ്രഷിൽ പെയിൻറ് എടുത്ത ഉടനെ തന്നെ അതായത് ബോർഡർ പോർഷനിൽ പെയിൻറ് വയ്ക്കുക, ഡോട്ടുകൾ ഇടുക. അതിനുശേഷം ബ്രഷിൽ പെയിൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ ശേഷം മാത്രം മിഡിൽ പോർഷനിലേക്ക് ചെറിയ ചെറിയ ഡോട്ടുകളിട്ട് ഷെയ്ഡ് ചെയ്ത് വരിക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബോർഡർ പോർഷനിൽ ഡാർക്ക് ഷെയ്ഡിങ്ങും മിഡിൽ പോർഷനിലേക്ക് ലൈറ്റ് ഷെയ്ഡിങ്ങുമായിട്ട് വരുന്നത്. ഇനി ഡോട്ടുകൾ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് ഗ്യാപ്പുകൾ കാണുന്നിടത്ത് ചെറിയ ഡോട്ടുകൾ നമ്മൾ വീണ്ടും ഇട്ട് ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഡോട്ടുകളിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഡോട്ട് ഷെയ്ഡിങ്ങിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. ചിത്രത്തിലെ റെഡിൻ്റെ ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചിത്രത്തിൻ്റെ സ്കെച്ചിങ്ങും റെഡിൻ്റെ ഷെയ്ഡിങ്ങും കണ്ടു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.